നമുക്ക് ഓടാൻ വേറൊരു ഓട്ടമുണ്ടെന്ന് എബ്രായർ 12:1 വ്യക്തമായി പറയുന്നുണ്ട്. ഇത് കാശിനും പണത്തിനും വേണ്ടിയുള്ള ലോകത്തിൻ്റെ ഓട്ടമല്ല, ദൈവം നമുക്കായി മാത്രം വെച്ചിരിക്കുന്ന ഒരു ആത്മീയ മാരത്തോണാണ്. എബ്രായർ 11-ാം അധ്യായം വായിച്ചാൽ ശരിക്കും തലകറങ്ങിപ്പോകും. സിംഹത്തിൻ്റെ വായടപ്പിച്ച ദാനിയേൽ, തീയുടെ ശക്തി കെടുത്തിയ യുവാക്കൾ. ഈ അധ്യായത്തിലെ വിശ്വാസവീരന്മാരുടെ ലിസ്റ്റ് കണ്ടാൽ ആരും ഒന്ന് അമ്പരന്നു പോകും. പക്ഷേ എബ്രായർ 11:41 കിടക്കുന്ന ആ ട്വിസ്റ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദൈവം നമുക്കായി അതിലും ശ്രേഷ്ഠമായ ഒന്നിനെ കരുതി വെച്ചിരിക്കുന്നു. അതായത് പഴയ നിയമ ഭക്തന്മാർക്ക് കിട്ടിയതിനേക്കാൾ വലിയ പ്രിവിലേജ് പുതിയ നിയമത്തിലുള്ള നമുക്കുണ്ട് എന്ന്. എന്താണ് ഈ പ്രിവിലേജ്? അതൊരു അത്ഭുതമല്ല, അതൊരു വലിയ സ്ഥാനവുമല്ല, മറിച്ച് എൻ്റെ യേശുവപ്പച്ചൻ്റെ സാന്നിധ്യമാണ്. ഓരോ നിമിഷവും യേശുവപ്പച്ചൻ്റെ കൂടെ ജീവിക്കാനുള്ള ആ വലിയ പ്രിവിലേജാണ് പഴയ നിയമക്കാർക്ക് ലഭിക്കാത്ത ഒരു സൗഭാഗ്യം ഇന്ന് നമ്മുടെ ദൈവം നമുക്ക് തന്നിരിക്കുന്നു. നമ്മുടെ നോട്ടം ഇപ്പോഴും അത്ഭുതങ്ങളിലും രോഗസൗഖ്യത്തിലും സാമ്പത്തിക നേട്ടത്തിലും മാത്രമാണോ? എങ്കിൽ നമ്മൾ ഇപ്പോഴും പഴയ നിയമത്തിൽ തന്നെയാണ്. നമ്മൾ എങ്ങനെയാണ് ഈ ഓട്ടം ഓടേണ്ടത്? എബ്രായർ 12:1 പറയുന്നത് പോലെ പാപം വിട്ട് നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. കയ്യിൽ അസൂയയുടെ ചാക്കും, തോളിൽ പെറുവിറുപ്പിൻ്റെ ഭാരവും, മനസ്സിൽ ഫോണിൻ്റെ അഡിക്ഷനും എന്നീ പാപമെല്ലാം പേറിയാണോ നമ്മൾ ഓടുന്നത്? അങ്ങനെയെങ്കിൽ ഈ ഓട്ടം നമ്മളെ കൊണ്ട് ജയിക്കാൻ പറ്റില്ല. നമ്മൾ പാതി വഴിയിൽ തളർന്നു പോകും. എബ്രായർ 12:2 പറയുന്നത് പോലെ യേശുവിലേക്ക് നോക്കിയാണ് നമ്മൾ ഓട്ടം ഓടേണ്ടത്. പാപമെന്ന ഈ കല്ലും വെയിറ്റും ചുമന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് ഓടാൻ പറ്റില്ല. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് ആ ഭാരങ്ങളൊക്കെ അങ്ങോട്ടേക്ക് ദൂരത്തേക്ക് എറിയുക. എന്നിട്ട് ഫ്രീ ആയിട്ട് യേശുവപ്പച്ചനെ നോക്കി ഓടുക. നമുക്ക് ഓടാനൊരു വേറെ ഓട്ടമുണ്ട്. ആ ഓട്ടം നമ്മൾ ജയിക്കും, കാരണം യേശുവപ്പച്ചൻ നമ്മോട് കൂടെയുണ്ട്.